എൻ്റെ മക്കളെ വളർത്തിയത് ഞാൻ ആരും മുമ്പ് കൈനീട്ടി പൈസ വാങ്ങിച്ചിട്ടില്ല. ഞാൻ വേല ചെയ്ത് അധ്വാനിക്കുക കാശ് വാങ്ങിച്ചിട്ടില്ല. ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കൊളസ്ട്രോളില്ല, പ്രഷറില്ല, ഷുഗറില്ല, യാതൊന്നുമില്ല. ഞാൻ ഇപ്പോഴും പോയി നോക്കിയപ്പോൾ എനിക്ക് യാതൊന്നുമില്ല. എനിക്കൊരു ദിവസം ജോലി ചെയ്തതിന് ഭയങ്കര വിഷമമാണ്. മരിക്കുന്ന ആവുന്ന കാലം വരെ ജോലി ചെയ്യുക, അല്ലാത്തപ്പോൾ പോട്ടു. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പെണ്ണുങ്ങളുടെ പറയണം ജോലി ചെയ്യാൻ. അവരൊക്കെ നേരം വിളക്കുമ്പോൾ ഒരു സീരിയലും കൊണ്ടിരുന്നാൽ പിന്നെ അവർക്ക് കഞ്ഞി വെച്ചിട്ട് ഭർത്താക്കന്മാർ വരുമ്പം വെച്ച് ചോറിടാൻ പറയുമ്പോൾ നിങ്ങൾ ഇട്ട് തിന്നിന്നല്ലേ പറയണത്. ഞാൻ കേട്ടിട്ടുണ്ട്. പഴയ 7ാം ക്ലാസ്സാണ്. പഴയ 7ാം ക്ലാസ് പാസ്സായപ്പോൾ എന്നെ കെട്ടിക്കൊണ്ടുപോയപ്പോൾ ആ വീട്ടുകാർ ജോലിക്ക് പേപ്പർ കൊണ്ടുവന്നപ്പോൾ സമ്മതിച്ചില്ല. പിന്നെ ഹൈസ്കൂൾ ടീച്ചറായിട്ട് 7ാം ക്ലാസ് പോയി. മീറമ്മല ഹൈസ്കൂളിലേക്കാണ്. എന്തൊക്കെ ജോലി ചെയ്യണം. നമ്മളെപ്പോഴും വരിക, നമ്മൾ 10 വയസ്സ് വരുന്ന ഒരാളിന് മുമ്പ് കൈയിട്ടാൻ പോകരുത്. 90 വയസ്സുണ്ട്. 45 വർഷമായി എനിക്ക് പിന്നിൽ കാണുന്ന ഈ മില്ലിലെ ജീവനക്കാരിയാണ്. 90 വയസ്സായിട്ടും ആർക്കും മുന്നിലും കൈനീട്ടാതെ അധ്വാനിച്ച് ജീവിക്കണമെന്ന ആഗ്രഹത്താലാണ് ഈ പ്രായത്തിലും ജോലിക്കെത്തുന്നത്. വീടിൻ്റെ വൈഷമ്യം കൊണ്ടും പിന്നെ വീട്ടിലിരുന്നാൽ നശിച്ചു പോകും. അതുകൊണ്ട് ഈ പ്രായത്തിൽ ഇറങ്ങി ജോലി ചെയ്യുന്നു. ഇപ്പോഴും ഞാൻ ഒരു ദിവസമെങ്കിലും എന്തെങ്കിലും പണി ചെയ്യാതെ ഇരിക്കത്തില്ല. വീട്ടിലാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. മക്കളെല്ലാം മരിച്ചുപോയി. ആ മക്കളെല്ലാം മരിച്ചുപോയി. 2 പെൺമക്കളോ 2 സ്ഥലത്തായിട്ട് അവർ ജീവിക്കുന്നു. അവർ കൂലി പണിക്കാറാണ്. 6 മക്കൾ. അവർ വന്ന് എല്ലാവരും ക്യാമറയിൽ ഇതിലൊക്കെ പിടിച്ച് മൊബൈലിലെല്ലാം പിടിച്ച് പേർഷ്യയിലൊക്കെ അയച്ചവർ.